ഹലോ മക്കളെ, അക്ഷയ് സാറാണ്. മക്കൾ ഇതിനോടകം തന്നെ അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ സൈലം സ്കൂളുകളെ കുറിച്ച് ഒരുപാട് അധ്യാപകർ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. സൈലം സ്കൂളിൻ്റെ സവിശേഷതകൾ അറിയാത്തവർക്ക് വീണ്ടും ഞാൻ ഒന്നുകൂടി പറയാണ്. സൈലം സ്കൂളുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾ +1 +2 പഠിക്കുന്ന കൂട്ടത്തിൽ എൻട്രൻസിന് വേണ്ടി, അതായത് നീറ്റ് JEE പോലുള്ള കോമ്പറ്റിറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മുടെ +1 +2 പഠിക്കുന്ന കൂട്ടത്തിൽ തന്നെ നിങ്ങൾ നടത്തുകയാണ്. സൈലം സ്കൂളിൽ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, സയൻറ്റിഫിക് ആയിട്ട്, കൃത്യമായ പ്ലാനോട് കൂടി പഠിക്കുമ്പോൾ ഏതൊരു കുട്ടിക്കും മികച്ച രീതിയിൽ എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ 100% സ്കോളർഷിപ്പോട് കൂടി ഇത്തരം സൈലം സ്കൂളുകളിൽ പഠിക്കാൻ പറ്റിയാലോ? സോ അതിന് വേണ്ടിയിട്ടുള്ള സ്കോളർഷിപ്പ് എക്സാമാണ് നെസ്റ്റ് എക്സാമിനേഷൻ. നെസ്റ്റ് എക്സാം ഈ വരുന്ന ജനുവരി 18-ാം തീയതി കണ്ടക്ട് ചെയ്യാണ് മക്കളെ. നീറ്റ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്കും JEE ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക. സബ്ജക്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്. സോ നീറ്റ് ഫോക്കസ് ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടി അവരുടെ ബയോളജി സിലബസ് സംസാരിക്കാൻ, ആ സിലബസിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടും എന്ന് സംസാരിക്കാനാണ് സാർ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. സോ ഏറ്റവും പ്രധാനമായും സെൻസ് ഓർഗൻസ് എന്നുള്ള ഏരിയ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണം. അതിൽ തന്നെ നമ്മുടെ ഐ, ഇയർ, അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ഓരോ ഭാഗങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കണം. പിന്നെ നെർവസ് സിസ്റ്റത്തിൽ വരുന്ന ന്യൂറോണും ബ്രെയിനും അതിൻ്റെ സ്ട്രക്ചർ, അതോടൊപ്പം തന്നെ ഓരോ പാർട്സിൻ്റെ ഫങ്ഷൻസ് വളരെ കൃത്യമായി തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ നമ്മൾ പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ ഫോട്ടോസിന്തസിസ്, റെസ്പിറേഷൻ, എയറോബിക് റെസ്പിറേഷൻ, അനേറോബിക് റെസ്പിറേഷൻ, ഫോട്ടോസിസ്, ലൈറ്റ് റിയാക്ഷൻ, ഡാർക്ക് റിയാക്ഷൻ, അവിടെ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ പഠിച്ചിരിക്കണം. പിന്നെ നമ്മുടെ സെൽ ബയോളജിയിലേക്ക് വരുമ്പോൾ സെല്ലിൻ്റെ സെൽ ഓർഗനൽസ്, ഓരോ ഓർഗനൽസിൻ്റെ ഫങ്ഷൻസ്, അതിൽ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, ഗോൾഗി ബോഡീസ്, മൈറ്റോകോൺട്രിയ, റൈബോസം കുറിച്ച് കൂടുതലായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോകാരിയോട്ട് ആൻഡ് യൂകാരിയോട്ടിക് സെൽ കൃത്യമായ രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. പിന്നെ ഫിസിയോളജിയിലേക്ക് വരുമ്പോൾ എക്സ്ക്രീഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് കൃത്യമായിട്ട് നോക്കണം. അതിൻ്റെ ഇമ്പോർട്ടൻസ്, മനുഷ്യരിൽ എക്സ്ക്രീറ്ററി സിസ്റ്റം, അതിൽ വരുന്ന ഭാഗങ്ങൾ, അതിൻ്റെ എക്സ്ക്രീഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ് കൃത്യമായിട്ട് തന്നെ നോക്കണം. അതുപോലെ തന്നെ നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് പറയുന്ന സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ എക്സ്ക്രീഷൻ പ്ലാന്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻഡോക്രൈൻ സിസ്റ്റം എന്ന ഏരിയ കൂടി നോക്കണം. അവിടെ മനുഷ്യൻ്റെ എൻഡോക്രൈൻ സിസ്റ്റം പഠിക്കണം. അതിൽ തന്നെ പഠിക്കാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്രീനൽ ഗ്ലാൻഡ്, തൈറോയിഡ് ഗ്ലാൻഡ്, ദെൻ പാൻക്രിയാസ്, പാരാതൈറോയിഡ് തുടങ്ങിയ ഗ്ലാൻഡുകൾ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ്, ആ ഹോർമോൺസിൻ്റെ ഫങ്ഷൻസ് നോക്കണം. അതുപോലെ തന്നെ ഫൈറ്റോ ഹോർമോൺസ്, പ്ലാന്റ് ഹോർമോൺസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണെന്ന് ഓർത്തു വെക്കാം. പിന്നെ നമ്മുടെ എക്കോസിസ്റ്റം വരുന്നുണ്ട്. അവിടെ ഫുഡ് ചെയിൻ, ഫുഡ് വെബ്, ദെൻ എക്കോളജിക്കൽ ഇൻ്ററാക്ഷൻസ് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. പിന്നെ ഹെറിഡിറ്റിയിൽ നിന്ന് മെൻ്റലിയൻ എക്സ്പെരിമെൻറ്റ് നോക്കണം. മോണോഹൈബ്രിഡ് ക്രോസിംഗ്, ഡൈഹൈബ്രിഡ് ക്രോസിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ ആണ്. പിന്നെ വാട്ടർ, എയർ പൊല്യൂഷൻ, സൗണ്ട് പൊല്യൂഷൻ, ദെൻ ഫൈനലി ഓസോൺ ലെയർ ഫോർമേഷൻ, ഓസോൺ ലെയർ ഡിപ്ലീഷൻ തുടങ്ങിയ ഇമ്പോർട്ടൻസ് ഓഫ് ഓസോൺ ലെയർ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി സിലബസിൽ ഇടം പിടിച്ചിട്ടുണ്ട്. സോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ പഠിച്ചത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾ തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇത്തരം നെക്സ്റ്റ് എക്സാം, ഈ കോമ്പറ്റിറ്റീവ് എക്സാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ സാധിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സോ ഒരുപാട് മക്കൾ ഇതിനോടകം തന്നെ നമ്മുടെ എക്സാമിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതിൽ നിങ്ങൾ ആരെങ്കിലും എക്സാമിന് രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഉടനെ തന്നെ രജിസ്റ്റർ ചെയ്യുക. മികച്ച വിജയം എല്ലാവർക്കും നേടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.